ma'am. Thank you so much. I hope I'm audible. So, ഏവർക്കും മിറാക്കിൾ മോർണിംഗിന്റെ ഈ ഒരു ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തീർച്ചയായും കവർ ചെയ്യപ്പെടുന്നത്. എന്നെ നല്ല രീതിയിൽ നിന്നാമ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ഇനി വീണ്ടും റീ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എന്നെ പറ്റി എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് നോട്ട് മീ ദ ടോപ്പിക്. കാരണം ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്ന ടോപ്പിക്കിന് രണ്ട് പ്രാധാന്യങ്ങളുണ്ട്. ഒന്ന്, ഇതെന്റെ ഫേവറേറ്റ് ടോപ്പിക്കിൽ ഒന്നാണ്, ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കിൽ ഒന്നാണ്. രണ്ട്, ഈ ടോപ്പിക്ക് മനസ്സിലാക്കാതെ ഒരു വ്യക്തി പോലും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അറിഞ്ഞോ അറിയാതെയോ ഈ ടോപ്പിക്കിനെ പ്രാവർത്തികമാക്കുന്ന വ്യക്തികളാണ് ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളത്. അത് അടിവരയിട്ട് എഴുതാവുന്നതാണ്. തീർച്ചയായും SV സാർ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സെഷൻ ഉണ്ട്, അത് എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വാക്കുകളൊന്നും തന്നെ എന്റേതല്ല, എല്ലാ വാക്കുകളും SV സാറുടേതാണ്. കൃത്യമായിട്ട് പോയിന്റ് നോട്ട് ഔട്ട് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ പല വ്യക്തികളെയും കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്? എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്? ആൾക്കാരെ പ്രവർത്തിക്കാൻ താല്പര്യമാക്കുന്ന ഘടകം എന്താണ്? ശരിക്കും നമുക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോഴും ഒരു ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് ഒരു നല്ല ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്ത ഡോക്ടറാണ്. നിങ്ങളുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും ഒരു ഡോക്ടറിന് മാത്രമാണ് ശരിയായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മളൊരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ ശരിയായ രീതിയിലേക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ശരിയാണല്ലോ? സാധ്യതയുണ്ട് ഡയഗ്നോസിങ്, അഥവാ നമ്മുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ബിസിനസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഡ്രീം മനസ്സിലായി കഴിഞ്ഞാൽ, വൈ എന്നുള്ള പാർട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് പോലും അറിയണ്ടാവില്ല. നമ്മൾ അദ്ദേഹത്തിന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മിറാക്കിൾസ് വിൽ ഹാപ്പൻ, മാജിക് വിൽ ഹാപ്പൻ. ഇത് ഈ സൈക്കോളജി ഉപയോഗിച്ചിട്ടാണ് ഈവൻ മാസ് അഡ്വർടൈസ്മെന്റ്സും ഈവൻ വലിയ വലിയ കമ്പനികൾ പോലും വർക്ക് ചെയ്യുന്നത്. എന്നാണോ എപ്പോഴാണോ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത്, എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, നിങ്ങൾ ഒരു സ്പോൺസറിങ് മെഷീനായിട്ട് മാറും. ഐ മീൻ, നിങ്ങളൊരു 10 പേരെടുത്ത് ബിസിനസ് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ 1-2 പേരാണ് ചേരുന്നതെങ്കിൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു 8ഓളം പേര് ബിസിനസ്സിലേക്ക് വരികയും എങ്ങനെ പോയാലും ഒരു 4 പേര് 5 പേര് ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി, അത്രയും പവർഫുൾ ഇന്ന് സംസാരിക്കുന്ന സെഷൻ ഉണ്ട്. തീർച്ചയായും ഈ സെഷൻ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ ലൈഫിലും വളരെ മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ട് ലൈഫിലും? കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, വിന്നിംഗ് ടീമിൽ ഇപ്പൊ ഇന്ന് CEP സംസാരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്കുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ വെസ്റ്റേജ് ബിസിനസിനെ മാത്രമല്ല, ആ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ, നിങ്ങളുടെ ജോലിയിൽ, എല്ലാത്തിലും നിങ്ങളെ വ്യത്യസ്തമായ വ്യക്തിയാക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ആയതുകൊണ്ട് ഈ CEP പ്രോഗ്രാം നിങ്ങൾ വെറുതെ കേൾക്കുക മാത്രമല്ല, ശരിയായ രീതിയിൽ അനലൈസ് ചെയ്ത് അത് പ്രാവർത്തികമാക്കിയാൽ മാജിക്, നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് ആണ്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, എന്തിനാണ് ആൾക്കാർ പണിയെടുക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ മതി. ശരിക്കും ഈ കാലഘട്ടത്തിലെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ വിചിത്രമാണ്, പക്ഷെ വളരെ രസമാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, മുമ്പ് സച്ചിൻ ആയിരുന്നു, പിന്നെ ധോണി വന്നു, ഇപ്പൊ കോഹ്ലി, എല്ലാവരും എന്ന് പറയുന്നുണ്ട് ബൂസ്റ്റ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി. ഞാനൊരു ബ്രാൻഡിനെ മോശമാക്കിയിട്ടല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൈക്കോളജിയാണ് ഞാൻ ഇവിടെ തുറന്നു കാണിക്കുന്നത്. ബൂസ്റ്റ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് ഒരു നടൻ വന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടികൾ അത് കാണുന്ന സമയത്ത് എനിക്ക് ബൂസ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ അത് കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവര് ബൂസ്റ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ബൂസ്റ്റ് ഉപയോഗിച്ചാൽ നമ്മൾക്ക് എത്ര ന്യൂട്രീഷൻ വാല്യൂ കിട്ടും, ബൂസ്റ്റിൽ എന്ത് പ്രോട്ടീൻ ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, ഇതൊന്നും തന്നെ എവിടെയും പറയുന്നില്ല. ആകെ കൂടി പറയുന്നത് ബൂസ്റ്റ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് മാത്രമാണ്. ഇത് കുടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, കുടിക്കുന്ന സമയത്ത് ആ കുട്ടി പോലും ചിന്തിക്കുന്നത് ഞാൻ ബാറ്റ് എടുക്കുമ്പോൾ വിരാട് കോഹ്ലിയെ പോലെ കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ
ആക്ച്വലി ഇത് വല്ലതും നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇവിടെ എന്താണ് ഉണ്ടായത്? കസ്റ്റമർക്ക് ഒരു ശരിയായ രീതിയിൽ ഡ്രീമിനെ അനലൈസ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഇത് മീഡിയ സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റില് ഇപ്പൊ എന്തിന് എക്സാമ്പിൾ പറയുന്നത്, സിഗരറ്റ് എടുത്തു നോക്കുക. സിഗരറ്റ് എടുക്കുന്ന സമയത്ത് സിഗരറ്റിന്റെ പരസ്യത്തിൽ ഒരിക്കലും സിഗരറ്റിന്റെ പരസ്യങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷെ പരസ്യം നിരോധിച്ചിരുന്നു. ആദ്യം സിഗരറ്റിന്റെ പരസ്യം കാണിച്ചിരുന്ന സമയത്ത് എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശരിക്കും സിഗരറ്റ് വളരെ മോശമുള്ള സ്മെല്ലുള്ളതാണ്, പല ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും ആൾക്കാരെ എങ്ങനെയാണ് അതിൽ സ്മോക്കറായി മാറുന്നത്? പല ആൾക്കാരും പറയുമ്പോൾ ഹാബിറ്റ് ആണെന്നല്ലോ. പക്ഷെ ആ ഹാബിറ്റ് തന്നെ എങ്ങനെയാ വന്നത്? നിങ്ങൾ നോക്കിയാൽ മതി, ഈ സിഗരറ്റിന്റെ പരസ്യം നോക്കി കഴിഞ്ഞാൽ ഒരു നായിക അല്ലെങ്കിൽ ഹീറോയിൻ വെള്ളത്തിൽ അകപ്പെടുന്നു. അപ്പൊ വേഗം ഹെലികോപ്റ്ററിലോ കുതിരപ്പുറത്തോ ഒരു നായകൻ വരുന്നു, ചാടി വീഴുന്നു, നായികയെ രക്ഷിക്കുന്നു, അത് കഴിഞ്ഞിട്ട് സിഗരറ്റ് വലിക്കുന്നു. അപ്പൊ ഇത് കാണുന്ന സമയത്ത് യുവാവായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും തോന്നും, അങ്ങനെയാണോ? അപ്പൊ ഒരു സിഗരറ്റ് വലിക്കുന്ന സമയത്ത് ആളും മനസ്സിൽ കാണുന്നത് നായിക വരും, ഞാൻ രക്ഷിച്ചതിന് ശേഷം നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതീതിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഹി ജസ്റ്റ് ഫുൾഫില്ലിങ് ഹിസ് മെന്റൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഒട്ടുമിക്ക അഡ്വർടൈസ്മെന്റ് നിങ്ങൾ എടുത്തു നോക്കിയാൽ, അമിതാഭ് ബച്ചന്റെ ചവനപ്രാശം എടുത്തു നോക്കിയാൽ പോലും അതിലൊരിക്കലും ഇതിൽ പറയുന്നില്ല ഇതിൽ നെല്ലിക്ക എത്രയുണ്ട് എന്നൊന്നല്ല പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിന് ചവനപ്രാശം എന്ന് പറഞ്ഞ ഏതോ കമ്പനിയുടെ ബ്രാൻഡ്, അതേ കമ്പനിയുടെ ബ്രാൻഡ് തന്നെ സ്പൂണിൽ എടുത്തിട്ട് എല്ലാത്തിനും മുമ്പിൽ വെച്ച് അമിതാഭ് ബച്ചൻ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഏത് അഡ്വർടൈസ്മെന്റും ഇവൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇവൻ കമ്പനികളുടെ ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിൽ പലതരത്തിലുള്ള കാറുകളുണ്ട്. നോർമൽ കാറുകളും മാരുതി കാറുകളുണ്ട്, ലക്ഷറി കാറുകളുണ്ട്. ഈ ബെൻസ് പോലുള്ള ലക്ഷറി കാറുകളും മാരുതി കാറുകളും നിങ്ങൾ ഇവരുടെ സെയിൽസ് പേഴ്സണെ ചെന്ന് കണ്ടാൽ തന്നെ, നിങ്ങൾ മാരുതി കാറിൽ ചെന്ന് കഴിഞ്ഞാൽ, മാരുതി ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ കാറിന്റെ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പറയും. സാർ ഇന്ന് കാറിന് ഈ അഡ്വാൻറ്റേജ് ആണ്, ഇത്ര CC ഉണ്ട്, ഇത്ര മൈലേജ് ഉണ്ട്, ഫീച്ചേഴ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് പറയുക. കാരണം അവിടെ ഒരു സെയിൽസ് മാൻ കയറി കഴിഞ്ഞാൽ ആ സെയിൽസ് മാനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഫീച്ചേഴ്സ് ആണ്. പക്ഷെ അതേ സമയത്ത് ലക്ഷറി കാറുകൾ, ബെൻസ് പോലുള്ള ലക്ഷറി കാറുകളുടെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഫീച്ചേഴ്സ് ഒന്നും തന്നെയല്ല പഠിപ്പിക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവിടെ സംബന്ധിച്ചിടത്തോളം സാറിനെ പോലുള്ള ഒരാൾക്ക്, സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, സാറ് ഒരു ഇവന്റിന് പോകുന്ന സമയത്ത് സാർ ഉപയോഗിക്കുന്ന കാറും ബെൻസ് കാറും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് എന്താണ്? അവര് ഒരിക്കലും മാരുതി പറയുന്ന പോലെ സാർ ഇതിന്റെ സർവീസിങ് കോസ്റ്റ് കുറവാണ് എന്നൊന്നും അവിടെ പറയില്ല. കാരണം ബെൻസ് വെറുതെ ചെക്കപ്പ് ചെയ്യാൻ തന്നെ 20-25,000 രൂപയോ, ഒരു കംപ്ലൈന്റും വേണ്ട, ഒരു ജനറൽ ചെക്കപ്പിന് കയറ്റി കഴിഞ്ഞാൽ തന്നെ 25,000 രൂപ ചെലവ് വരും. ശരിക്കും അതിന്റെ ചെലവ് കേട്ട് കഴിഞ്ഞാൽ തന്നെ പല വ്യക്തികളും ബെൻസ് വേണ്ടാന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല അവിടെ സംസാര വിഷയം. സർ കംഫർട്ട്, സാർ ഇതിലിരുന്ന് കഴിഞ്ഞാൽ അതൊരു ഡിഫറെന്റ് ആണ്. ഈ ഓരോരുത്തരെ ചെയ്യുന്ന അപ്രോച്ച് തികച്ചും വളരെ വ്യത്യസ്തമാണ്. ഈ ശരിയായ രീതിയിൽ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ഈ ബിസിനസ് എന്നല്ല ഒരു ബിസിനസ്സിലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ ടോപ്പിക്കിന് ഇൻട്രൊഡക്ഷൻ തന്നെ ഇത്ര പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഡേ ടു ഡേ ബേസിൽ ചെയ്തിട്ടേ മാത്രമേ നമുക്ക് ഇതിൽ എക്സ്പീരിയൻസ് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഏതിലും ഞാൻ പറയാം, നമ്മൾ ഇതിന്റെ ഒരു എക്സ്പേർട്ടായി മാറണം, മാസ്റ്റർ ആയിട്ട് മാറണം. നിങ്ങൾക്ക് ആരെങ്കിലും മീറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു 5 മിനിറ്റ്സ് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിനെ പറ്റിയോ അവരുടെ ഡ്രീമിനെ പറ്റിയോ സംസാരിക്കാതിരിക്കാവുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഐ മീൻ ഓട്ടോമാറ്റിക്കലി ഷുഡ് കം ഫ്രം ഡ്രീം എന്നുള്ള രീതിയിൽ അത്രയും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ നീഡ് അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഒരിക്കലും നിങ്ങൾക്ക് വിചാരിക്കുന്ന ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഞാൻ കുറച്ച് പ്രസന്റേഷന്റെ സപ്പോർട്ടോടുകൂടി ഇനിയുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ കവർ ചെയ്യാൻ പോവുകയാണ്. സോ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരിക്കണം, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡ്രീം എക്സസൈസ്. ഓക്കെ, അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ നമ്മുടെ ഇന്ന് എന്തിനാണ് ആൾക്കാർ സോപ്പ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പിലുള്ള വ്യക്തിയുടെ വൈ എന്നുള്ള പാർട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. യു ഹാവ് ടു ബി, നിങ്ങളുടെ വൈ ക്ലിയർ ആയിരിക്കണം ആദ്യം. ആയതുകൊണ്ടാണ് നിങ്ങൾ 10 കോഴ്സ് സ്റ്റെപ്പ് ആയാലും CP എടുത്താലും ഏറ്റവും ആദ്യത്തെ ടോപ്പിക് ഡ്രീം ആണ് കവർ ചെയ്തത്. വൈ? ബിക്കോസ് യുവർ വൈ ഹാസ് ടു ബി ക്ലിയർ.
നിങ്ങളുടെ വൈ ക്ലിയർ അല്ലാതെ, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്ത് വേണം എന്ന് ക്രിസ്റ്റൽ ക്ലിയർ അല്ലാതെ നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ഓൺലി എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന് മാത്രമേ ബാക്കിയുള്ള ഇരുമ്പുകളെയോ വേറെ മറ്റൊരു മാഗ്നറ്റിനെയോ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ നിങ്ങളൊരു മാഗ്നറ്റ് ആവാതെ, നിങ്ങൾ വെറുതെ ഒരു ഇരുമ്പടി നമ്മള് ഈ മണലിലൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങളൊരു മാഗ്നറ്റ് ആവുന്ന സമയത്ത് തീർച്ചയായും യു ക്യാൻ അട്രാക്ട് പീപ്പിൾ. യു കനോട്ട് ക്യാച്ച് പീപ്പിൾ, യു ഹാവ് ടു അട്രാക്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വൈ ക്ലിയർ ആവണം. എന്നിട്ട് ശരിക്കും നിങ്ങളുടെ വൈ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പവർഫുൾ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകൾ ശക്തമായിരിക്കും, നിങ്ങളുടെ വാക്കുകൾ ശക്തമായിരിക്കും. നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബിലീഫ് വരുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്ന രീതി എല്ലാത്തിനും ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം ആൾക്കാര് ഇപ്പൊ മുമ്പ് ഇതേപോലെ പരസ്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ബിസിനസ്സിൽ വന്നു എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു സ്വപ്നം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സ്വപ്നം ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എല്ലാ പോയിന്റ്സും കവർ ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഹ്യൂജ് വോള്യമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നോട്ട് ഒരു സെയിൽ ചെയ്തിട്ട് ഒരു ഹ്യൂജ് വോള്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ശരിയായിട്ടുള്ള സ്ട്രക്ചറിൽ ഒരു ഹ്യൂജ് വോള്യം വരുന്ന സമയത്താണ് ഇവിടെ ഇൻകം ഉണ്ടാവുക. അതിനെ വി ഹാവ് ടു ക്രിയേറ്റ് ലീഡർഷിപ്പ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വ്യക്തി സോപ്പോ പേസ്റ്റോ എന്ത് സാധനം വാങ്ങിക്കണമെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിനു വാങ്ങിക്കുന്നു അദ്ദേഹം, അദ്ദേഹം എന്തിന്, അതിലൂടെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു, നമുക്ക് എന്ത് നേടാൻ സാധിക്കും എന്ന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിട്ട് വേണം പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ. ഓക്കെ, സോ സപ്പോസ് നമ്മളൊരു പ്രോസ്പെക്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ കാണുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ സപ്പോസ് വഴിയിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ നിങ്ങളൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായിട്ട് ഏത് രീതിയിൽ കണക്ടിവിറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇന്ന് സംസാരിക്കുന്നത്. കൂടുതലും നിങ്ങൾ പ്രോസ്പെക്ട്സിന്റെ അടുത്ത് ബിസിനസ് പ്രസന്റേഷൻ പറയാൻ പോകുന്ന സമയത്ത് ഇറ്റ് ഓൾവേസ് പ്രിഫർ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകണം? കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ് തിരിച്ചു പോരാനായിട്ട് സാധിക്കും. ഫസ്റ്റ് റീസൺ, നിങ്ങളുടെ വീട്ടിലേക്കാണ് പ്രോസ്പെക്ട് വന്നിട്ടുള്ളത് എങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു സസ്പെക്ട് ആണ്, അദ്ദേഹം കാര്യമായിട്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾ പ്രോസ്പെക്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നടക്കും. രണ്ടാമത്തെ ഫാക്ടറാണ്, നിങ്ങൾക്ക് ഇദ്ദേഹം ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി എല്ലാം തോന്നിയാൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോരാം. ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആണ്, അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ എന്താണ്, അദ്ദേഹത്തിന്റെ ജീവിത രീതി എന്താണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ എങ്ങനെയാണ്, കണക്ടിവിറ്റി എങ്ങനെയാണ്, ഇങ്ങനെ ഒട്ടുമിക്ക അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പാക്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ റിസൾട്ട് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമ്മൾ ചെന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? ഫീലിംഗ് കംഫർട്ടബിൾ. അദ്ദേഹത്തിന് നമുക്ക് ഒരു റിലാക്സേഷൻ ആയിട്ട് ഫീൽ ചെയ്യണം. ഈ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ഒരിക്കലും നിങ്ങൾ ഒരു എന്താ പറയാ ഇതൊരു ഇൻഫോർമൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സപ്പോസ് നിങ്ങളൊരു പ്രോസ്പെക്ട് എടുത്ത് വന്നിട്ട് ഇപ്പോൾ നമ്മൾ റിലാക്സ് ആവേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് പറയാതെ ഒരു കംഫർട്ടബിലിറ്റി, ഒരു ബൗണ്ടിങ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ഇതിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുക, നിങ്ങൾ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അപ്രീഷിയേറ്റ് ചെയ്യുക. എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ഞാൻ അവരുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇന്നലെ ഒരു ഓഫീസിൽ ചെന്ന സമയത്ത് അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടച്ചു വരുന്ന ചേച്ചിയുണ്ട്. അപ്പൊ ഞാനും ചെന്നപ്പോ ആള് നിർത്തി പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു, ചേച്ചി ഇത്ര ബുദ്ധിമുട്ടി തുടക്കുന്നതിന്റെ അപ്പൊ തന്നെ ഞാൻ അത് ചവിട്ടി പോകുന്നതിൽ എനിക്കൊരു വിഷമമുണ്ടല്ലോ ചേച്ചി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇവിടെ സാധാരണഗതി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അപ്രിസിയേഷൻ വളരെ കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രിഷിയേറ്റ് ചെയ്യാറില്ല. നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ പറ്റി ഒരു ഗുഡ് ഫീലിംഗ് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് വഴിയിലൂടെ പോകുന്ന ഏതൊരു വ്യക്തിയും അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള എളുപ്പം, നിങ്ങൾ അദ്ദേഹം ചെയ്യുന്ന എന്തെങ്കിലും കാര്യം കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്ത് നോക്കുക. ഒരാള് സപ്പോസ്
ഇവൻ ഞാൻ കാണാറുണ്ട്, കരിക്ക് ചെത്തി കൊടുക്കാറുണ്ട്. കരിക്ക് കുടിക്കാൻ കയറിയ സമയത്ത് പറയുമ്പോൾ നിങ്ങൾ വളരെ നന്നായിട്ട് ചെത്തുണ്ടല്ലോ, എത്ര ഈസി ആയിട്ട് ചെത്തണേ എന്നുള്ള രീതിയിൽ യു ക്യാൻ അപ്രീഷിയേറ്റ് സംതിങ്. അപ്പൊ ഇത് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളൊരു പ്രോസ്പെക്ടിന്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളതെങ്കിൽ ആ പ്രോസ്പെക്ടിന്റെ വീട്ടിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ടാവും. പക്ഷെ ആദ്യം തന്നെ പറയട്ടെ, ദയവ് ഇത് നുണ പറയരുത്. ഇപ്പൊ നിങ്ങൾ അവിടെ ചെല്ലുകയാണ്, നല്ല എന്താ പറയാ, ഒരു നല്ല കാറ്റുണ്ട്, അല്ലെങ്കിൽ ഫാൻ മോശമാണ്, കാറ്റ് പോരാ, ഓ കുഴപ്പമില്ല കേട്ടോ, നല്ല ഫാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും ഒരു എന്താ പറയാ, ആക്കലാണ്. അതല്ലെങ്കിൽ യു മീൻ ഇതൊരു ഒരു ഒരു കംഫർട്ടബിലിറ്റി അദ്ദേഹത്തിന് ഫീൽ ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുമായിട്ട് അദ്ദേഹത്തുമായിട്ട് ഒരു കംഫർട്ടബിളും അദ്ദേഹത്തിന് റിലാക്സേഷനും ആക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അവിടെ ഒരു റൂൾ ഉണ്ട്. ഇഫ് യു ലൈക്ക് ദ തിങ്സ് ഹി ലൈക്ക്, ഹി വിൽ ലൈക്ക് യു. ഇഫ് യു ലൈക്ക് ദ തിങ്സ് ഹി ലൈക്ക്, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രോസ്പെക്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് സംസാരിച്ചാൽ തീർച്ചയായും അദ്ദേഹത്തിന് നിങ്ങളെ ഇഷ്ടപ്പെടും. പക്ഷെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹത്തെ ഭാര്യയെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കരുത്. എക്സെപ്റ്റ് ഹിസ് വൈഫ്. നിങ്ങൾ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ ഭാര്യയെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം കംഫർട്ടബിൾ ആവില്ല. ദയവ് അത് ചെയ്യരുത്. അല്ലാതെ എത്രയോ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ നോക്കി, അദ്ദേഹത്തിന് പെയിന്റിങ് ഇഷ്ടമാണ്, അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണ്, അല്ലെങ്കിൽ മെയിൻലി കുട്ടികളുണ്ട്. കുട്ടികളുള്ള സമയത്ത് കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാം, എന്തായി കുട്ടികൾ, എന്തൊരു വിശേഷം, എന്താ ചെയ്യുന്നത്, നിങ്ങൾ മിടുക്കനാണല്ലോ. കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ പാരന്റ്സിന് ഇഷ്ടപ്പെടാതിരിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ സപ്പോസ് പട്ടി, പൂച്ച ഇതൊക്കെ ഉണ്ടെങ്കിൽ, സാധാരണ പട്ടി എന്ന് പറയാൻ പറ്റില്ല, ഡോഗി, പല വീടുകളിലും ചെല്ലുമ്പോൾ അവര് കുട്ടികളെ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണുള്ളത്. അപ്പൊ നമ്മൾ അതിനെ പട്ടി എന്ന് വിളിച്ചാൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ നിങ്ങള് വെറുതെ ഡോഗ്, ഇത് ഭയങ്കര സ്മാർട്ട് ആണല്ലോ ഡോഗ്, ഇത് എന്താ പേര്, അപ്പൊ പറയും ക്യൂട്ടി. ഓക്കെ, ക്യൂട്ടി എന്നാണ് പേര്, ഇത് വളരെ വെറൈറ്റി ആയിട്ടുണ്ടല്ലോ, ഇത് ഏതാ ബ്രീഡ്. ജസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചാൽ അവർ അതിനെ പറ്റി ഓപ്പൺ അപ്പ് ചെയ്ത് ഇഷ്ടം പോലെ സംസാരിക്കും. അവര് കുറെ നേരം സംസാരിക്കുക എന്നുള്ളതല്ല പർപ്പസ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു കണക്ടിവിറ്റി വരുന്നത് വരെ മാത്രം. ആൻഡ് നിങ്ങൾ ഇത് എക്സസൈസ്, നിങ്ങളിത് എഫേർട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് യുനോ 2-3 ടോപ്പിക് വരുന്ന ഒരു ടോപ്പിക് നീണ്ടു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട്, അല്ല അപ്പൊ അതേപോലെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് സംസാരിക്കാം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തെ പറ്റി കണക്ട് ചെയ്തെത്തണം. ദെൻ അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ നമ്മൾ കംഫർട്ടബിൾ എത്താനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. റൂൾ എന്താണ്? ഇഫ് യു ലൈക്ക് ദ തിങ്സ് വിച്ച് ഹി ലൈക്സ്, ദെൻ ഹി വിൽ ലൈക്ക് യു എക്സെപ്റ്റ് ഹിസ് വൈഫ്. സ്പൗസിനെ ഒഴിച്ച് ബാക്കി ആരെ വേണമെങ്കിലും സംസാരിക്കാം, അതും നിങ്ങൾക്ക് കണക്റ്റഡ് ആവും. സോ ഒരാളുമായിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമുക്ക് ഇപ്പൊ നിങ്ങൾ ബസ്സിൽ പോകുന്നു, ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് എന്റെ കൂടെ വേറൊരു മെയിൽ വന്നിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഫീമെയിൽ ആണ്, നിങ്ങൾ പോകുന്ന സമയത്ത് വേറെ ഫീമെയിൽ വന്നിരുന്നെങ്കിൽ, നിങ്ങൾ റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഇതൊരു ഡ്രീം എക്സസൈസ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? നമ്മൾ റെഗുലർ എക്സസൈസ് പോലെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഡ്രീം എക്സസൈസ്. ഒരു വ്യക്തിയുടെ ഡ്രീമിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി റെഗുലർ ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഒരു വ്യക്തിയുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്യാൻ, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് ഡെയിലി ബേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത് ബിസിനസ് പ്ലാൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് പ്രോസ്പെക്ടിന്റെ അടുത്ത് മാത്രമായിട്ട് കൊടുക്കുന്ന ഘടകമല്ല. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ ആരെ കണ്ടാലും അപ്രീഷിയേറ്റ് ചെയ്യുക, ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ളിൽ മനസ്സിലാവും അദ്ദേഹം ഒരു ഫയർ ഉള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാം. സപ്പോസ് നിങ്ങൾ ഒരു സ്ട്രേഞ്ചറാണ് മീറ്റ് ചെയ്തത്, നിങ്ങൾ അവരായിട്ട് സംസാരിച്ച് ഒരു ഫയർ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ അപ്പോയിന്റ്മെന്റ്, അപ്പോൾ ഇനി ഒരു പ്രോസ്പെക്ടിന്റെ വീട്ടിലാണ് പോയത്, ചെറിയൊരു റാപ്പോ ബിൽഡ് ചെയ്തു, ദെൻ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. സപ്പോസ് കമ്മ്യൂണിക്കേഷൻ നീളുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട്, കാരണം കുറെ നേരം സംസാരിക്കലല്ല പർപ്പസ്. വി ഷുഡ് നോ നമ്മൾ എന്തിനാണ് വന്നിട്ടുള്ളത്, നമ്മുടെ പർപ്പസ് എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോ അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് നത്തിങ് ബട്ട് ഷെയർ എ ഡ്രീം. ഈ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടെ എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് പതുക്കെ അവര് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ അവർ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണഗതിയിൽ ഈ സിറ്റുവേഷനിൽ പറയാറുണ്ട്, അതെ ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിനെ പറ്റി പറയാനാണ് വന്നിട്ടുള്ളത്. തനിക്കറിയാലോ, ഞാൻ ബാങ്കിങ് പ്രൊഫൈലായിരുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷെയർ സ്റ്റോറീസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സ്വന്തം സ്റ്റോറീസ്. അത് സപ്പോസ് ഒരു മാർക്കറ്റിംഗ് വ്യക്തിയാണെങ്കിൽ ഞാൻ കൂടുതലും സംസാരിക്കുക എന്റെ ജോബിലുള്ള സ്ട്രെസ്സിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കും, ജോബിൽ ഉണ്ടായിരുന്ന സ്ട്രെസ്സിനെ പറ്റി ഞാൻ സംസാരിക്കും. സപ്പോസ് ഒരു ഫാമിലി മാൻ ആണ്, ഫാമിലി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ജോബ് കാരണം ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ പറ്റി സംസാരിക്കും. അപ്പോ ഈ സംസാരത്തിനിടെ നമ്മൾ ഫസ്റ്റ് റാപ്പോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു നേച്ചർ മനസ്സിലായിട്ടുണ്ടാവും, അദ്ദേഹത്തിന് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോ എന്നെ സംസാരം ഇപ്പോ ഒരു സപ്പോസ് ഞാൻ സംസാരിക്കുന്ന ഒരു പാരന്റ് ആണ്, കുട്ടികൾക്ക് വേണ്ടി വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ അപ്പൊ ഞാൻ പറയാം, ഞാൻ എന്റെ ജോലി ചെയ്യുന്ന സമയത്ത് ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു, എനിക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിരുന്ന ഒരു കാര്യം. സോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക, നമ്മൾ സംസാരിക്കുന്നത് ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈഫിൽ വളരെയധികം ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ മുമ്പിൽ ഉള്ള പ്രോസ്പെക്റ്റിനെ അനുബന്ധിച്ച് ആ ഘടകത്തിലെ ഏത് കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് സംസാരിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യേകം ചിന്തിച്ച് അതിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. സോ നിങ്ങളുടെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുന്നത് ബേസിക്കലി പറയാം, ഞാൻ ബാങ്കുകാരനെ മാറി നിൽക്കുകയായിരുന്നു, എന്റെ ജോബിന് വളരെയധികം സ്ട്രെസ് ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാമിലിയുടെ കൂടെ ഉണ്ടാവുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് ഫാമിലിയുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ ഒരു പ്രൊജക്ടിനെ പറ്റി പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ പ്രൊജക്ട് പറയുന്നതിന് മുമ്പ് നേരെ ബിസിനസ്സിലേക്കല്ല വരേണ്ടത്, പ്രൊജക്ടിനെ പറ്റിയിലേക്കല്ല വരേണ്ടത്. ഞാൻ സ്റ്റോറി പറഞ്ഞു, പ്രൊജക്ടിന്റെ പാർട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തിരിച്ച് അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കുകയാണ്, എടോ എങ്ങനെ തന്റെ ജോലി പോയിക്കൊണ്ടിരിക്കണം ഇപ്പോ? അപ്പോ ഇപ്പൊ എന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ പ്രൊജക്ടിനെ പറ്റി പറഞ്ഞിട്ടില്ല, പ്രൊജക്ട് ഉണ്ട് എന്ന് പറഞ്ഞു, പ്ലസ് അദ്ദേഹത്തിന്റെ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഇപ്പോഴത്തെ ജോബ് എങ്ങനെ പോകുന്നു, ഇപ്പോഴത്തെ എങ്ങനെയാണ് ബിസിനസ് പോകുന്നത്? നമ്മളിപ്പോ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അറിയാം. അദ്ദേഹത്തെ നമ്മളിപ്പോ സ്ട്രേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷനും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും പഠിച്ചു കഴിഞ്ഞു. അപ്പോ അദ്ദേഹം തുടക്കത്തിൽ പ്രേമിച്ച് ഞാൻ ഇങ്ങനെ പോകുന്നു, കുഴപ്പമില്ല, തിരക്കേടില്ല, നല്ല രീതിയിൽ പോകുന്നു. അല്ലെങ്കിൽ സപ്പോസ് ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ലേഡിയാണ്, അപ്പോ അവര് പറയുന്നുണ്ടാവും, ആ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ കച്ചവടമൊക്കെ മുട്ടിയും പോകുന്നു. സാധാരണ മലയാളികൾ പറയുന്ന ഒരു പദമാണ് കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ളൊരു പദമുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്കൊരു തേർഡ് പാർട്ടി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഒരിക്കലും അവരുടെ അടുത്ത് നിങ്ങൾ നേരിട്ട് പ്രശ്നമായിരിക്കൂലേ, എങ്ങനെയാ കച്ചവടമൊക്കെ കിട്ടുന്നുണ്ടോ, ബുദ്ധിമുട്ടായിരിക്കൂലേ, നെഗറ്റീവ് കമന്റ്സ് ഒരിക്കലും ചെയ്യരുത്. കാരണം നെഗറ്റീവ് കമന്റ്സ് എപ്പോ നിങ്ങൾ ചെയ്തോ അവിടെ ഇത് ബാക്ക് ഫയർ ചെയ്യും. അവരുടെ ഈഗോനെയാണ് നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നത്, അത് ബാക്ക് ഫയർ ചെയ്യും. നിങ്ങൾക്ക് പിന്നെ അവിടുന്ന് അവരപ്പോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് എല്ലാം നന്നായി പോകുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ കട്ടായി, നിങ്ങൾക്ക് പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാത്ത സാഹചര്യം വരും. പക്ഷെ അതേ സമയത്ത് ഒരു തേർഡ് പാർട്ടി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. തേർഡ് പാർട്ടി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു ബ്യൂട്ടി പാർലർ ലേഡിയെ കണ്ടിരുന്നു. അവർ കണ്ട സമയത്ത് അവർ പറഞ്ഞത് കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആണ്, ഇങ്ങനെ ഭയങ്കര ഒരു മാർജിൻ കിട്ടാനൊക്കെ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എപ്പോഴും തലവേദനയാണ്. നമുക്കറിയാം ഏതൊരു ബിസിനസ് എടുത്താലും ബേസ് ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ എപ്പോഴും ടഫാണ്. മാർക്കറ്റിംഗ് ടഫാണ്, അതല്ലെങ്കിൽ കസ്റ്റമർ, എപ്പോ വന്നാലും കസ്റ്റമർ ഏതൊരു ഫീൽഡ് എടുത്താലും അവിടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ചലഞ്ചീവ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് തേർഡ് പാർട്ടി അപ്രോച്ചിൽ അത് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ജനറൽ ആയിട്ട് നിങ്ങൾക്കറിയാം, ഇപ്പോൾ വളരെയധികം മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇറങ്ങുമ്പോൾ, ഇപ്പൊ ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട്, ഇതൊക്കെ വരുന്ന സമയത്ത് പലചരക്ക് കട, പച്ചക്കറി കട, ഇവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് ഇപ്പൊ ഇവൻ ഗവൺമെന്റ് ജോലിയിൽ ബെനിഫിറ്റ്സുകൾ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രസൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ മുമ്പേ സംസാരിക്കാൻ പോകുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ട് എന്നുള്ളൊരു ബേസിക് നോളേജ് നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങളൊരു മെഡിക്കൽ റെപ്പായിട്ടാണ് സംസാരിക്കണം വിചാരിക്കും. അപ്പൊ മെഡിക്കൽ റെപ്പിനെ നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ അടുത്ത് എങ്ങനെയാണ് ഡ്രീം ഷെയർ ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞു, അതായത് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫീൽഡ് എങ്ങനെ പോകണം, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂലേ, എപ്പോഴും ഭയങ്കര അലച്ചിലാവൂലേ എന്ന് നെഗറ്റീവ് സെൻസിൽ പറഞ്ഞാൽ അവരപ്പോ അത് അവര് റിജക്ട് ചെയ്യും. ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾക്ക് സുഖമാണ്, ഞങ്ങൾ കുറച്ച് ഡോക്ടേഴ്സിനെ കണ്ടു, പിന്നെ അവരൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരെ മീറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ റെസ്പോൺസ്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ നേരെ തിരിച്ച് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജോബ് വളരെ ഇൻട്രസ്റ്റിംഗ് ആട്ടോ, നിങ്ങൾക്ക് പല ഏരിയാസ് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, മാർക്കറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സമൂഹത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ടിവിറ്റി ഉണ്ട്, നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരും വലിയ വാല്യൂ നിങ്ങൾക്ക് തരും. അവരെ അവരുടെ പ്രൊഫഷനെ ഒന്ന് എഡിഫൈ ചെയ്ത് സംസാരിച്ചാൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രശ്നങ്ങൾ അവർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത്
ഇവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവർ പറയാണ്, അല്ല എനിക്ക് അങ്ങനെ പറയുമ്പോ ഒക്കെ പുറത്ത് നോക്കുന്നവർക്കൊക്കെ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇതൊന്നും അത്ര എളുപ്പമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡോക്ടറെ കണ്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ അദ്ദേഹം വേറെ മെഡിസിൻ ചെയ്യും. പിന്നെ വേറെ മെഡിസിൻ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. അപ്പൊ ഓട്ടോമാറ്റിക് എന്താണ്, നിങ്ങൾക്ക് അവരുടെ ഒരു ഹോട്ട് ബട്ടൺ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ബട്ട് ഐ മീൻ, ഇപ്പൊ ഈ തേർഡ് സ്റ്റെപ്പില് നമ്മൾ മേക്കിംഗ് റിലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഫൈൻഡ് ഇസ് ഹോട്ട് ബട്ടൺ. ഈ മേക്കിംഗ് റിലേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാണ്, തേർഡ് പാർട്ടി അപ്രോച്ച് ചെയ്യാണ്. എന്ന് വെച്ചാൽ മേക്കിംഗ് റിലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിലെ എന്തൊക്കെ ചലഞ്ചസ് നടക്കുന്നുണ്ട്, ഈ കാര്യം അവരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് മേക്കിംഗ് റിലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ റെപ്പിന്റെ അടുത്ത് നമ്മൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെഡിക്കൽ റെപ്പിനെ കണ്ടിരുന്നു. ഭയങ്കര ഒരു അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് തുടക്കത്തില് ജോബ് വളരെ ഈസി ആയിരുന്നു, പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുന്നവരും സ്ട്രെങ്ത് ടൈറ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇത് ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ തുടക്കത്തിൽ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഐ കോണ്ടാക്ട് വളരെ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണോട് കണ്ണ് നോക്കി തന്നെ സംസാരിക്കണം. ഇതുകൊണ്ട് എന്താണ് ഗുണം, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ബിസിനസ്സിലുള്ള ഫെയ്ത്ത്, നിങ്ങളുടെ കോൺഫിഡൻസ് അദ്ദേഹത്തിന് പാസ് ഓൺ ചെയ്യുകയാണ്. സംസാരിക്കുമ്പോൾ വളരെ പ്ലസന്റ് മൈൻഡ് ആയിട്ട് കണ്ണോട് കണ്ണ് നോക്കി സംസാരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആൾക്കാർക്കനുസരിച്ച് പ്രത്യേകം ശ്രദ്ധിക്കാം, മെയിൽ ടു മെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. നിങ്ങൾ ഫ്രണ്ടായിട്ട് സംസാരിക്കുന്ന സമയത്ത് അൺഒഫീഷ്യലായിട്ട് മാറി നിൽക്കില്ല ചെയ്യുക. ചിലപ്പോൾ ഫ്രണ്ടിന്റെ കൈ പിടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ യുനോ ആ രീതിയിൽ. ബട്ട് മെയിൽ ടു മെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ, ആ ചെയ്യുന്ന സമയത്തുള്ള ഗുണം എന്താണ്, നിങ്ങൾ ഇടയ്ക്ക് തട്ടും, അല്ലെങ്കിൽ തട്ട് മീൻസ് ഓ വെരി ഗുഡ് എന്ന് പറഞ്ഞ് തട്ടുന്നു, അല്ലെങ്കിൽ കൈ പിടിക്കുന്നു, ഗുഡ് എന്ന് പറഞ്ഞ് കൈയൊക്കെ പിടിക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ, നിങ്ങളുടെ ഒരു ഉള്ളിലെ എനർജി അവർക്ക് പോകുന്നുണ്ടാവും. ഇതിനെ ടച്ച് തെറാപ്പി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാം. റിലേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് ഷെയർ ചെയ്യുമ്പോൾ എന്താവും, നിങ്ങൾക്ക് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഹോട്ട് ബട്ടൺ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയും, എനിക്ക് ബുദ്ധിമുട്ട് എളുപ്പമല്ല. നിങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമേ തന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലിയർ കട്ട് ചെയ്ത് ചോദിക്കാം. ഇപ്പൊ മെഡിക്കൽ റെപ്പ് പറയാണ്, അങ്ങനെ ജോലിയൊന്നും പണ്ടത്തെ പോലെ എളുപ്പമല്ല, ഭയങ്കര സ്ട്രെസ്സാണ് ഇപ്പോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കൊരു ടാബ് തരും, നമ്മൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ആ ടാബിൽ ഉണ്ടാവും. നമ്മളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാല് ഉടനെ ലൊക്കേഷനും മാർക്ക് ചെയ്യണം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പോ ചുറ്റി കറങ്ങണം, മാത്രമല്ല കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് എളുപ്പമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നീഡുകളാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ നീഡിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഏത് പ്രൊഫൈലുള്ള ആൾക്കാർക്കായാലും അവർക്ക് പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്, പ്ലസ് മാത്രമുള്ള ഒരു ഫീൽഡ് ഇല്ല. അപ്പോ അവര് ഓപ്പൺ അപ്പ് ചെയ്താൽ, നിങ്ങൾ ഈ പറയുന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മാത്രമേ അവര് ഫോർത്ത് സ്റ്റെപ്പിലേക്ക് എത്തുകയുള്ളൂ. ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും നിമിഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇദ്ദേഹം ഒരു സസ്പെക്ട് ആണ്, ഇദ്ദേഹത്തിന് വലിയ നീഡില്ല. ചില ആൾക്കാർ ഈഗോയിസ്റ്റിക് ആണ്, അവർ പറയാണ്, ഏയ് എനിക്കിപ്പോ അങ്ങനെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ കൂളായിട്ട് പോകുന്നുണ്ട് എന്ന്. കാരണം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ചിലപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ അട്ടറായിട്ട് എതിർക്കുന്ന ഒരാളുണ്ടാവാം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പോകരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി വരുന്ന സമയത്ത് നിങ്ങളാണ് അദ്ദേഹത്തിന് ടൈം എനർജി കൊടുത്ത് നിങ്ങളാണ് അദ്ദേഹത്തിന് ബിസിനസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ നിങ്ങൾക്കാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. നെവർ എവർ നെവർ എവർ റൺ ബിഹൈൻഡ് എ പേഴ്സൺ. ഒരിക്കലും ഒരു വ്യക്തിയുടെ പിന്നാലെ പോകാനായിട്ട് സാധിക്കരുത്. അദ്ദേഹത്തിന്റെ നീഡ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നത്. സോ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വ്യക്തിയാണ്. നിങ്ങളുടെ വാല്യൂ ഒരിക്കലും കളയരുത്, നിങ്ങളുടെ വാല്യൂ ഒരിക്കലും കളയാനായിട്ട് പാടില്ല. സോ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു നീഡ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്ലാനിലേക്ക് പോകരുത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പെയിൻ പറയാണ്, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഹോട്ട് ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, പ്രസ് ദ ഹോട്ട് ബട്ടൺ. അതിനെ പറ്റിയിട്ട് തന്നെ വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യുക, വീണ്ടും സംസാരിക്കുക അതിനെ പറ്റിയിട്ട്. വാട്ട് ഐ മീൻ, ഓക്കെ. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ പറയുന്ന കോമ്പറ്റീഷൻ, സപ്പോസ് മെഡിക്കൽ റെപ്പാണ് പറയാണെന്ന്, മാർക്കറ്റിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ്, നിങ്ങൾക്ക് അതിനെ പറ്റി സംസാരിക്കാം. അല്ല, ഇനിയിപ്പോ ഈ വരും കാലത്തിൽ ഈ കോമ്പറ്റീഷൻ കൂടുകയോ കുറയോ?
തീർച്ചയായും ഇനി വരും കാലത്തിൽ കോമ്പറ്റീഷൻ കൂടായിരിക്കും, സ്ട്രെസ് കൂടാനാണ് പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടിട്ടുണ്ടോ? ഇനി പലചരക്ക് കടക്കാരനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോർ നടത്തുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കാം, ഈ റെന്റ് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുന്നുണ്ടോ? അദ്ദേഹം ഓപ്പൺ അപ്പ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം മാത്രം, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം മാത്രം, അതല്ലാതെ നേരിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കരുത്. അദ്ദേഹം പറയണേ എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഇപ്പോ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇപ്പൊ ഒരു സ്റ്റേഷനറി കടക്കാരൻ പറയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയതിനു ശേഷം കച്ചവടം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അദ്ദേഹത്തിനോട് ചോദിക്കും, ഇനി വരും കാലത്തിൽ കച്ചവടം കൂടുന്ന നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ അത് ഉണ്ടാവുക? അല്ലെങ്കിൽ കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? പല ആൾക്കാരും ബ്ലാങ്ക് ആണ്. സോ വൺസ് ഇവരുടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ഒരു ആ ഹോട്ട് ബട്ടനെ നമ്മള് ശരിയായ രീതിയിൽ നമ്മൾ അവർക്ക് അനലൈസ് ചെയ്ത് കൊടുത്താൽ, ദാറ്റ് മീൻസ് അവരുടെ ഫ്യൂച്ചർ ഇനി ചെല്ലും തോറും പ്രോബ്ലമാറ്റിക് ആണ് എന്ന് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര രൂപയുടെ ഒരു വരുമാനമാണ് ഏത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മന്ത്ലി ഇൻകം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോബ്ലം സോൾവ് ചെയ്യത്തക്ക രീതി നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ എത്ര രൂപയുടെ വരുമാനമാണ് ആവശ്യമുള്ളത്? സാഹചര്യ, സന്ദർഭ, റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ട് വേണം എല്ലാ ചോദ്യങ്ങളും. അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഡ്രീം എക്സസൈസ് ആണ്. ഈ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, ചില സമയത്ത് അത് ബാക്ക് ഫയർ ചെയ്യും, ചില സമയത്ത് ചോദ്യങ്ങൾ ശരിയാവില്ല, കുഴപ്പമില്ല, അടുത്ത സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇതിന്റെ ഗുണം എന്താണ്? ഒരു പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആരുമായിട്ട് സംസാരിക്കാനും എന്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക് ചോദ്യങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ വൺസ് അദ്ദേഹത്തിന്റെ ഹോട്ട് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നമുക്ക് സൊല്യൂഷൻ ബേസിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എത്ര രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് പ്രതിമാസം എത്ര രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ജോബ് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ജോബ് കളയാനോ റിസ്ക് എടുക്കാനോ ഷോപ്പിട്ടുള്ളത് അടയ്ക്കാനോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. അതിന്റെ കൂടെ എക്സ്ട്രാ എത്ര കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുമ്പോൾ എനിക്കൊരു 10-50,000 രൂപയും കൂടി ശരിക്കും നല്ലൊരു മന്ത്ലി ഷോർട്ട് വരുന്നുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ കംസ് ദ സിക്സ് ഫേസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്ഫർ ദ ഫെയ്ത്ത്. ഓക്കെ, ഇത് ഈ സക്സസ് സ്റ്റോറീസ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഈ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ സക്സസ് പ്രൊഫൈൽ ബുക്ക് കയ്യിൽ വേണം. ഞാൻ ഈ കാണിക്കുന്ന പ്രൊജക്റ്റിൽ നിങ്ങളെ പോലെ തന്നെ ഒട്ടനവധി ആൾക്കാർ വന്നിട്ട് അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സംസാരിക്കുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് സലീമിന്റെയോ ശ്രീനിവാസവിന്റെയോ ഫോട്ടോ എടുത്ത് കാണിക്കാം. നിങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റേഷനറി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ് ഇതെടുത്ത് കാണിക്കാം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ലീഡേഴ്സിന് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് സക്സസ് പ്രൊഫൈലിന്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ അവരുടെ വന്നിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഏതെന്ന് പറയും. ഇതേ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലൈനുമായിട്ട്, നിങ്ങളുടെ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈനോട് സംസാരിച്ച ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് മൊബൈലിൽ കാണിക്കാം. നിങ്ങൾ വിന്നിംഗ് ടീമിന്റെ ഫംഗ്ഷൻസിന് വരുന്ന വ്യക്തികളാണെങ്കിൽ, കാരണം നമ്മൾ ഈ CP അല്ല വിന്നിംഗ് ടീം, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. വിന്നിംഗ് ടീമിന്റെ കോക്രൗൺ FRE പോലുള്ള ഇവന്റ്സിൽ വന്നിട്ട് നിങ്ങൾ ലീഡർഷിപ്പിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം, ഇതേപോലെ ഇതിനേക്കാളും വലിയ രീതിയിൽ ലൈഫിൽ പ്രശ്നത്തിലുണ്ടായിരുന്ന വ്യക്തികളായിരുന്നു ഇവർ, പക്ഷേ ഈ പ്രൊജക്റ്റിൽ വന്നതിന് ശേഷം അവർക്ക് മാസീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായി. അപ്പോ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക് അദ്ദേഹമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തു, അദ്ദേഹത്തിന്റെ പ്രോബ്ലംസ് അദ്ദേഹമായിട്ട് ഒരു റിലേറ്റിവിറ്റി കൊണ്ടുവന്നു, പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തു, ആ പ്രോബ്ലംസിനെ പറ്റി സംസാരിച്ചു. നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ സൊല്യൂഷൻ പാർട്ടിലേക്കാണ് വരുന്നത്. സൊല്യൂഷൻ പാർട്ടിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്നതിന് ഫെയ്ത്ത് ആണ്. നമ്മൾ പറയാണ് യെസ്, ഇങ്ങനെ ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, എത്രയധികം ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, ഈ ഒരു കാര്യത്തെ പറ്റി പറയാനാണ് പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്ര നേരം പറഞ്ഞതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡിലായിരിക്കണം നിങ്ങൾ ഇനി സംസാരിക്കേണ്ടത്. നിങ്ങൾ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. എന്താണ് കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതേവരെ ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫൊക്കെ വേറെ വല്ല സ്ഥലത്തും ആയിരിക്കുന്നുണ്ടാവാം. ഇപ്പൊ നിങ്ങൾ ബിസിനസ് പറയാനാണ് പോകുന്നത്. ബിസിനസ് പറയാൻ പോകുന്ന സമയത്ത്, കാരണം തുടക്കത്തിൽ വന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കൂ, ചേച്ചി ഇവിടെ വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അരോചകത്വം തോന്നാം. പക്ഷെ അതേ സമയത്ത് ഇപ്പോ നിങ്ങൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ അവരുടെ ബിസിനസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കാം. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ഈ പറയുന്ന പ്രോസ്പെക്റ്റിന്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ റൈറ്റ് സൈഡിൽ ഇരുത്തുക. എന്തുകൊണ്ട് റൈറ്റ് സൈഡിൽ ഇരുത്തുന്നു? ഞാൻ ഈ ഇത് പേപ്പർ കാണിക്കാൻ പോകുന്ന സമയത്ത് അവർക്ക് ക്ലിയർ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ,
പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടുപേരും ഒരേ സൈഡിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരേ സൈഡിൽ ഇരിക്കുക. അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഓൾ ദ ടൈം. അപ്പോൾ അത് എഫക്റ്റീവ് ആവില്ല. അപ്പൊ ഇവിടുന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ ഒരു 15-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിലേക്ക് ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറയാം. സെയിം ടൈം അവിടെ കുട്ടി, പട്ടി, ഡോഗി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പറയാം, ആ കുട്ടീനെ ഒന്ന് ടേക്ക് കെയർ ചെയ്യും, ഞാനൊന്ന് ഇവരായിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാം. കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചോക്ലേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ചില ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ലേഡീസിന്റെ ബാഗ് നോക്കി കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് ഉണ്ടാവും. കാരണം അവർ കാണാൻ പോകുന്ന ലേഡീസിന്റെ കയ്യിലും കുട്ടികളുണ്ടാവും. അപ്പൊ കുട്ടികളൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നേരം അവരെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല അതിന് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അവരെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കി അതിനുശേഷം നിങ്ങൾ ബിസിനസ് പ്രസന്റ് ചെയ്യാൻ പോവാണ്. ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ദിവസം 100ാമത്തെ പ്ലാൻ ആയിരിക്കാം ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ ആ 100ാമത്തെ പ്ലാൻ ആണെങ്കിൽ പോലും ഫുൾ എക്സൈറ്റ്മെന്റ് എനർജിയിൽ വേണം സംസാരിക്കാൻ. ഐ ടു ഐ കോണ്ടാക്ട് വളരെ സ്ട്രോങ് ആയിരിക്കണം. അപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടൈം പ്ലാൻ, ബിസിനസ് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് എല്ലാ ഫണ്ടുകളും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മണി എനർജി മാൻ പവർ ഡ്യൂപ്ലിക്കേഷൻ ആണ്. നമ്മളിവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ബിസിനസ് ആണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മണി, ടൈം ആൻഡ് പ്ലസ് മാൻ പവറിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം, പാത്വേ ടു പ്രോസ്പെരിറ്റി പുസ്തകം എടുത്തു കഴിഞ്ഞാൽ, സമൃദ്ധിയിലേക്കുള്ള പാത നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകളെ കവർ ചെയ്തിട്ട് അതിന് കൃത്യമായിട്ട് ടേൺ ഓവർ ബേസിൽ പറയുന്നുണ്ട്. ഒരു 15-20 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ബിസിനസ് പ്രസന്റേഷൻ റാപ്പോ ചെയ്യാവുന്നതാണ്. ആ എക്സൈറ്റ്മെന്റ്, ഫെയ്ത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ സമയത്ത് ഇമ്പോർട്ടന്റ്. മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഹോട്ട് ബട്ടൺ, അദ്ദേഹത്തിന്റെ നീഡ്, അദ്ദേഹത്തിന്റെ ഡ്രീം നിങ്ങൾക്കറിയാം. ആയതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് പ്ലാനിൽ അദ്ദേഹത്തിന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്തിട്ട് വേണം നിൽക്കാൻ. കാരണം ഞാൻ എന്തിനീ ബിസിനസ് ബിൽഡ് ചെയ്യണം? പല ആൾക്കാരും പറയുന്നുണ്ട്, ഞാൻ ബിസിനസ് ഒക്കെ പറഞ്ഞിട്ടോ ആരും ജോയിൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കാരണം എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ബിസിനസ്സിന് വരണം എന്നുള്ള ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. ആ വ്യക്തിക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഡ്രീം എക്സസൈസ് ചെയ്ത് നിങ്ങൾ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നിങ്ങളുടെ ഡ്രീം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ബിസിനസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ഡീറ്റെയിൽസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതിലൂടെ എത്ര ഈസി ആയിട്ട്, അല്ലെങ്കിൽ ടേൺ ഓവർ ബേസിൽ നിങ്ങൾക്കൊരു 40,000 ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു 5,000 രൂപയുടെ അടുത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. സെയിം ടൈം ഒരു 1.5 ലക്ഷത്തിന്റെ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് 10-20,000 രൂപ ഉണ്ടാവും. ആൻഡ് സെയിം ടൈം 10 ലക്ഷം ഇതിന്റെ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടാവും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബിസിനസ് പ്രസന്റേഷൻ ഒരു 15-20 മിനിറ്റ്സ്, അതിനും കൂടുതൽ ആവശ്യമില്ല. കാരണം അവർക്ക് സിഇഒയിലേക്ക് അവർ വരുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, പോയിന്റ് ആണ്. ദാറ്റ്സ് നത്തിങ് ബട്ട് യൂസ് മാജിക്കൽ വേർഡ്. ഈ ക്ലോസിംഗ് എല്ലാ ബിസിനസ്സിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോസിംഗ് ശരിയല്ലെങ്കിൽ, ശരി നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ. ഒരിക്കലും മിസ്റ്റേക്കുകൾ ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണിത്. നിങ്ങൾ ബിസിനസ് പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ചെയ്യാവുന്നത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. യെസ്, ഇപ്പൊ ഇത്രയും നിങ്ങൾ കേട്ടത് നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഈ കാണിച്ച പേഷ്യൻസിന് ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ കാണിച്ച ഇൻട്രസ്റ്റിന്, പേഷ്യൻസ് അല്ല ഇൻട്രസ്റ്റിന് ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പാർട്ടി അപ്രോച്ച് പോലെ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷെ 3 മാജിക്കൽ വേർഡ് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. ഒന്ന്, ഡിസിഷൻ ഈസ് യുവേഴ്സ് ബട്ട് ഞങ്ങൾ അസിസ്റ്റ് ചെയ്യും. തീരുമാനം നിങ്ങളുടേതാണ്, പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് നമ്മൾ അവരെ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ തീരുമാനമാണ് എന്ന് പറയുന്നതിന് ഇക്വലന്റ് ആണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നത് ഉണ്ട്. അപ്പോ തീരുമാനം നിങ്ങളുടേതാണ്, ഞങ്ങൾ കൂടെയുണ്ട്. ഇവിടെ പല ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ട്. ചുമ്മാ വന്നാൽ മതി, എനിക്ക് കോണ്ടാക്ട് തന്നാൽ മതി, ഒക്കെ ഞാൻ ചെയ്തു തരാം. ഒരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല. ഇത് വളരെ കൃത്യമായിരിക്കണം. 3 മാജിക്കൽ വേർഡ് വളരെ കൃത്യമായിട്ട് ഇരിക്കണം. ആദ്യത്തെ വേർഡ് എന്താണ്? തീരുമാനം നിങ്ങളുടേതാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. 2, ഈ നിങ്ങൾ എൻ്റെ ഒരു ബ്രദർ ആയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞേനെ. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സിസ്റ്റർ ആയിരുന്നെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ കൂടെ വരൂ എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞേനെ. അപ്പോ ഇതൊരു തേർഡ് പാർട്ടിയാണ്. നമ്മൾ നേരിട്ട് വരൂ എന്നല്ല പറയുന്നത്. നിങ്ങൾ എൻ്റെ ബ്രദർ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, പക്ഷെ ബ്രദർ അല്ല, വേറെ ആണല്ലോ. പക്ഷെ അവർക്കൊരു ഫീല് കിട്ടുകയാണ്, തീർച്ചയായും വരാനാണ് പറയുന്നത് എന്നുള്ള ഫീല് കിട്ടുകയാണ്.
മൂന്നാമത്തെ പറയുന്നത് നമ്മൾ തീരുമാനം നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ പറയുന്നതാണ്. നിങ്ങളായിരിക്കും ബിസിനസ് ചെയ്യുന്നുണ്ടാവുക, പക്ഷെ എന്റെയും എന്റെ ടീമിന്റെയും ഫുൾ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ 3 പദങ്ങൾ തീർച്ചയായും ഉപയോഗിക്കണം. കാരണം ബിസിനസ് അദ്ദേഹത്തിന്റെ നിലയ്ക്കാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടി വരികയോ അല്ലെങ്കിൽ എങ്ങനെയും പ്രൊഡക്റ്റ് വാങ്ങിക്കുകയോ അല്ല ഇവിടെ പദം വരുന്നത്. നിങ്ങളെല്ലാം ചെയ്യും എന്നുള്ളത് ഒരിക്കലും പറയരുത്. ആൻഡ് ലാസ്റ്റ് ക്ലോസിംഗിൽ തീർച്ചയായും പറയാം, ബിസിനസ് ഈസ് വെരി ഈസി, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ബിസിനസ് വളരെ സിമ്പിളാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ ഈ രീതിയിലേക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. എല്ലാ സമയത്തും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഹോട്ട് ബട്ടനെ ഫോക്കസ് ചെയ്യണം. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്തൊരു ഇത് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അവരുടെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാം. പല തരത്തിലുള്ള ഡൗട്ടുകൾ വരാം. പക്ഷെ എന്ത് ഡൗട്ടും നിങ്ങൾക്ക് അവർ ചോദിക്കുന്ന സമയത്ത് പ്രൊഡക്ട്സിന് വില കൂടുതലാണോ, അപ്പോ ഇവിടെ നമ്മൾ പ്രൊഡക്ട്സിനെ പറ്റി ഇപ്പൊ ഇതുവരെ സംസാരിച്ചിട്ടില്ല, പറയും ഇത് ശരിക്കും കോസ്റ്റ് പ്രൈസ് വളരെ കുറവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ആൻസറിങ് മെഷീനോ എല്ലാത്തിനും എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരികയല്ല ഇമ്പോർട്ടന്റ്. സമയം ഒരു വ്യക്തി പറയാണ്, എനിക്ക് സമയമില്ല, സമയത്തിന്റെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഹോട്ട് ബട്ടൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം, സുഹൃത്തെ നിങ്ങൾ പറയാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രതിമാസം 50,000 വേണമെന്നുള്ളത്. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് അത് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അപ്പോ നിങ്ങൾക്ക് ഒരു ഡെയിലി 1-2 മണിക്കൂർ നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ കുട്ടികളെയും ആക്കാൻ വേണ്ടി കണ്ടെത്താൻ സാധിക്കില്ല എന്നാണോ പറയണേ? വളരെ ബോൾഡ് ആയിട്ട് പക്ഷെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാനായിട്ട് സാധിക്കണം. ബോൾഡ് ആൻഡ് പൊളൈറ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കണം. ഒരിക്കലും വളരെ ഇതാക്കരുത്. ഇനി പ്രൈസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി കുറയ്ക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ക്വാളിറ്റി, ഈ അതേ ക്വാളിറ്റിയുള്ള നിങ്ങൾ പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് പെട്ടിക്കട പ്രൊഡക്റ്റും 5 സ്റ്റാർ ഹോട്ടലിന്റെ പ്രൈസും തമ്മിൽ മാച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. 5 സ്റ്റാർ ടു 5 സ്റ്റാർ, പെട്ടിക്കട ടു പെട്ടിക്കട. അപ്പൊ ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. പക്ഷെ എന്തും പെട്ടെന്ന് തന്നെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാം. ആൻഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡൗട്ട് ചോദിക്കാനുള്ള കാരണം എന്താണ്? കാരണം അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ള ധാരണ പൂർണ്ണമായിട്ടില്ല. നിങ്ങളാണ് കംഫർട്ടബിലിറ്റി കൊടുക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒരു 10 പേരെ ഇൻവൈറ്റ് ചെയ്യൂ. നിങ്ങൾ അടുത്ത 10 ക്ലോസ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ സമയത്ത് അദ്ദേഹത്തിന് വിന്നിംഗ് ടീമിന്റെ CDസുമായിട്ട് കേട്ട് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ്. യെസ്, വൺ മോർ ലാസ്റ്റ് പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, പലപ്പോഴും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ ഇൻഡിവിജ്വൽ വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇതിന് ശേഷം ഒരു മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ പോയതിനു ശേഷം സ്വാഭാവികമായിട്ട് അവർ യെസ് പറയുമ്പോൾ അവരുടെ ചലഞ്ച് എന്താണ്? ഇനി അവർക്ക് എഫേർട്ട് എടുക്കേണ്ടി വരും, പണി എടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഒരാളുടെ മറുപടി നോ എടുക്കാനായിരിക്കും താല്പര്യം. സ്വപ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും നോ പറയാനായിരിക്കും അദ്ദേഹത്തിന് താല്പര്യം. അത് കൂടുതലും നമ്മൾ ഈ സംസാരിച്ച് പോയതിനു ശേഷം ഹസ്ബൻഡ് ആൻഡ് വൈഫ് കമ്മ്യൂണിക്കേഷനിലോ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനിലാണ് വരിക. അപ്പൊ നമ്മൾ പോയതിനു ശേഷമുള്ള 2 മണിക്കൂറും നമ്മൾ പറയുന്നതടുത്ത് നിൽക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടൂൾസ് കൊടുക്കലാണ്. ടൂൾസ് കൊടുക്കാൻ എന്താണ്? ബിഗിനേഴ്സ് പാക്ക് ഉണ്ട്. ബിഗിനേഴ്സ് പാക്ക് 50 റുപ്പീസിന്റെ ആണ്. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള SP സാറിന്റെ ബിസിനസിനെ പറ്റി പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, ഏസാ ബിസിനസ് കഹാ. ഇങ്ങനത്തെ ബിസിനസ് എവിടെയുണ്ട്. നിങ്ങൾക്ക് ആ ബുക്ക് കൊടുക്കാം. ബുക്ക് കൊടുത്തിട്ട് പറയാം, ഞാൻ ഈ പറഞ്ഞതിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ നിർവചിക്കാൻ, അല്ലെങ്കിൽ ഹോട്ട് ബട്ടൺ നിങ്ങൾ പറഞ്ഞിട്ട് പറയാം, ഇപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ബുക്ക് വളരെ ലിമിറ്റഡ് ആണ്, എനിക്ക് നാളെ ഇത് വേണം, അതുകൊണ്ട് ഇന്ന് തന്നെ ഇരുന്ന് വായിക്കണം, നാളെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു തരണം, ഞാൻ നാളെ വന്ന് കളക്ട് ചെയ്യാം. വിത്തിൻ 48 hours നിങ്ങൾ കൊടുത്തിട്ടുള്ള ടൂളിൽ നിങ്ങൾ തിരിച്ചു വന്ന് കളക്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി എന്താ അഡ്വാൻറ്റേജ് വരുന്നത്? അദ്ദേഹം നമ്മൾ പോയി കഴിഞ്ഞാൽ പോലും ബിസിനസിനെ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ സംസാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ സമയത്ത് CDs കൊടുക്കാം, ലൈഫ് സ്റ്റൈൽ വീഡിയോസ് കൊടുക്കാം, ഇതൊക്കെ കൊടുത്ത് വാങ്ങിക്കണം എന്ന് പറയാം. പക്ഷെ എപ്പോഴും ഒരു ക്ലോസിംഗ് വേണം. ഇപ്പൊ യൂട്യൂബ് വീഡിയോ കൊടുത്തു, നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ കാണണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരക്കെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാം. ഒരു പുസ്തകം കൊടുത്തു, ടൂൾ കൊടുത്തു, എന്നിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് എനിക്ക് നാളത്തേക്ക് ടൂൾ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയെങ്കിലും നോക്കി വെക്കും. കാരണം ഈ പുസ്തകം തിരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ടൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ടൂൾസ് ആര് കൊടുക്കണം? ആരുടെയാണോ ബിസിനസ് അവർ വേണം ടൂൾ കൊടുക്കാൻ. എന്റെ ബിസിനസ് ആണെങ്കിൽ ഞാൻ കൊടുക്കണം. ഞാനാണോ ഡെപ്ത് ഡ്രൈവ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ കൊടുക്കണം. അപ്പൊ എന്റെ ഡൗൺലൈൻ എനിക്ക് ഞാൻ കൊടുക്കുന്ന ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആർക്കാണോ സ്പീഡിൽ ബിസിനസ് ചെയ്യേണ്ടത് അവർ കൊടുക്കുക. അതേ സമയത്ത് ഇപ്പൊ ഞാൻ നോക്കാം, എന്റെ കയ്യിൽ 50,000 റുപ്പീസിന്റെ ടൂൾസ് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ DLCP ആർക്ക് വേണമെങ്കിലും തൃശ്ശൂർ DLCP വിളിച്ചു കഴിഞ്ഞാൽ ടൂൾസ് അവൈലബിൾ ആണ്. ടൂൾസ് ഇല്ലാതെ നിങ്ങളൊരു ബിഗിനേഴ്സ് പാക്ക് കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങിക്കുന്ന സമയത്ത് 50 റുപ്പീസ് ആണ്.
അദ്ദേഹത്തിന് ബിസിനസ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം, നിങ്ങൾക്ക് ലോസ് വരുന്നില്ല. അദ്ദേഹത്തിന് ബിസിനസ് ഇൻട്രസ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 50 രൂപീസും കൂടി ചേർത്ത് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് പറയാവുന്നതാണ്. ഒരിക്കലും ധനനഷ്ടമല്ല വരുന്നത്. പക്ഷെ ശരിയായ രീതിയിൽ ഇപ്പൊ ഉണ്ടാകുന്ന ചലഞ്ച് എന്താണ്? ഇപ്പൊ നിങ്ങളൊരു തുണിക്കടയാണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ട 1-2 തുണിയല്ല നിങ്ങൾ തുണിക്കടയിൽ വെക്കുക. നാട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് തുണിക്കടയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇതേപോലെ തന്നെയാണ് ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീമിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. 5 ഡെപ്ത് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളെ പോലെ തന്നെ നിങ്ങളെയൊക്കെ സീരിയസ് ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവൻ നമ്മുടെ മെന്റർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ലെഗ് ബിൽഡ് ചെയ്യാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ ടൂൾസ് മുടക്കിയാലും നിങ്ങൾ നഷ്ടമായിട്ട് കണക്കാക്കേണ്ട. കാരണം എന്താ? അതിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധിക്കും. സോ നമ്മള് മാൻ പവർ, മണി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സിലാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം മണി ആൻഡ് ടൈം, ഇതാണ് മാൻ പവർ ആൻഡ് ടൈം, ഇതാണ് ഇത് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആയതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഓരോ സ്റ്റെപ്പും വളരെ സീരിയസ് ആയിട്ട് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡെപ്ത് ഡ്രൈവിംഗിലേക്ക് ഇറങ്ങിത്തിരിക്കുക. നിങ്ങളൊരു കോണ്ടാക്ട് എടുത്ത് ഇറങ്ങിത്തിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ സെഷൻ കേട്ടോണ്ട് മാത്രം കാര്യമില്ല. ഇപ്പൊ ഇത്ര പേര് ജ്യോതി സാർ വളരെ നന്നായിട്ട് ബുക്കിങ്ങിനെ പറ്റിയിട്ട് സംസാരിച്ചു. എത്ര പേര് ഒരു ബുക്ക് വായിച്ചു? എത്ര പേര് ബുക്ക് വാങ്ങിച്ചു? സോ ഇത് CP കേൾക്കൽ മാത്രമല്ല, അത് ചെയ്യുക, പ്രാവർത്തികമാക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 90 ഡേയ്സ് കഴിയുമ്പോൾ, 90 ഡേയ്സ് ഈ CP കഴിയുമ്പോഴത്തേക്കും മാസീവ് ആയിട്ടുള്ള ഡിഫറൻസ് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ഓരോ ദിവസം തീരുമാനം എടുക്കുക. സോ ഇന്നത്തെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു ടോപ്പിക് ആണിത്. പക്ഷെ സമയത്തിന്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ട് വിന്നിംഗ് ടീമിന്റെ CPയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു CD മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓൾറെഡി ഉണ്ട്. സോ ഐ റിക്വസ്റ്റ് എവരി വൺ വിന്നിംഗ് ടീമിന്റെ CP രജിസ്റ്റർ ചെയ്യുക. അതില് ഇത് 2-3 പ്രാവശ്യം കേൾക്കുക. കാരണം ഞാൻ ഇന്ന് SP സാറിന് ഈ സെഷൻ എടുക്കാൻ വേണ്ടി SP സാറിന്റെ വീഡിയോ ഒരു പ്രാവശ്യം കൂടി കേട്ടപ്പോഴാണ് ഒരു പോയിന്റും കൂടി ക്ലിയർ ആയത്. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയെന്ന് വരില്ല. ബി ഇൻ കണ്ടിന്യൂസ് ആക്ഷൻ ആൻഡ് ടുവേർഡ്സ് മാർച്ച് ടുവേർഡ്സ് സക്സസ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സുധീഷ് സാർ. നമ്മൾക്ക് വേറൊരു വ്യക്തിയുടെ സെഷനാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഒരിക്കലും തോന്നുന്നില്ല അല്ലെ? അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയാണ് നമ്മളിലേക്ക് ഈ ഒരു ഡ്രീം എക്സസൈസ് എത്തിയിട്ടുള്ളത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കുറച്ച് സമയങ്ങളാണ്. നമുക്ക് സമയം ഇത്ര അതിക്രമിച്ചെന്ന് തോന്നുന്നു പോലും ഇല്ല. എത്രയായാലും ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് എന്തെല്ലാം വേണമെന്ന് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് മറ്റുള്ള ഒരു വ്യക്തിയുടെ ഡ്രീം നമുക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടുന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ. സമയം കുറച്ച് അതിക്രമിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനു വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ റിലേഷൻഷിപ്പിന്റെ ആണെങ്കിലും സത്യസന്ധതയുടെ ആണെങ്കിലും എഡ്യൂക്കേഷന്റെ ആണെങ്കിലും ഒക്കെ ആ പ്രാധാന്യത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നു. ഈ പറഞ്ഞ പ്രകാരം നമ്മൾ ഓരോരുത്തരും ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് സക്സസ് എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. തീരുമാനം നിങ്ങളുടെയാണ്, കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഓരോ ലീഡേഴ്സും നമുക്കുണ്ട്. അവരുടെ ഒപ്പം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് സക്സസ് എത്തുന്നുണ്ടാവുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഒരിക്കൽ കൂടെ താങ്ക് യു. ചാറ്റ് ബോക്സ് നിറഞ്ഞു കവിയാണ് സുധീഷ് സാറിന്റെ താങ്ക്സ് നോട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെയധികം സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. വിഷ് യു വെൽ.